എനിക്ക് ആരെങ്കിലും ഒരുക്കി കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാട്ടോ. മേക്കപ്പ് ചെയ്യാൻ കാര്യമായിട്ടൊന്നും അറിയാൻ പാടില്ലെങ്കിലും കുറച്ച് ഫൗണ്ടേഷനും പൗഡറും ഐലൈനറും ഐഷാഡൊക്കെ ഇടാൻ എനിക്ക് അറിയാട്ടോ. ഇന്ന് എൻ്റെ മുമ്പിൽ എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തു പറയും ആൻറ്റി എന്നും പറഞ്ഞിരുന്നത് എൻ്റെ അമ്മൂട്ടോ, എൻ്റെ ചേട്ടൻ്റെ കുട്ടിയാണേ. അപ്പോൾ അവർ ചെരുപ്പൊക്കെ ഇട്ട് വരുന്ന സമയം കൊണ്ട് ഞാൻ ഒരു ചോക്ലേറ്റ് ഒക്കെ കഴിച്ച് ഇങ്ങനെ ഇരുന്ന്. ഇന്ന് നമ്മൾ എറണാകുളത്ത് പോവാട്ടോ. നമ്മുടെ എറണാകുളത്ത് വണ്ടർ വാട്ടർഫോൾസ് വന്നിട്ട് ഇത് ഇപ്പം കഴിയാറായി. ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാ. പോണേ മുന്നേ ആൻറ്റിയുടെ വീട്ടിൽ കയറി കഴിഞ്ഞപ്പോൾ നടുകൾ ഇതേ നല്ല ഭംഗിയുള്ള റോസാപ്പൂക്കൾ വെച്ചേക്കണം. ഈ പൂക്കളെല്ലാം ഇവിടെ ഉണ്ടായത് കേട്ടോ. പൂക്കൾ മാത്രമല്ല കുറേ വെജിറ്റബിൾസ് ഒക്കെ ആൻറ്റി വെച്ച് നട്ടിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതേ നമ്മളെ മെയിൻ സ്പോട്ടായ കിച്ചണിലേക്ക് അവിടെ ചെന്നപ്പോൾ ആൻറ്റിയുടെ വക കെട്ടിപ്പിടിച്ചൊരു ഉമ്മ. പിന്നെ അവിടുത്തെ കറിച്ചട്ടിയും കറിപ്പാത്രമൊക്കെ ഞാൻ തുറന്ന് നക്കാൻ തുടങ്ങിയിട്ടാ. ഇത് കഴിഞ്ഞ ദിവസം വെച്ച അച്ചാറിൻ്റെ പാത്രം കേട്ടോ. അച്ചാർ വേറെ ഉണ്ട്, എന്നാൽ ആ പാത്രം നക്കില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഇല്ല. ആൻറ്റി നല്ല ചുക്ക് കാപ്പി ഉണ്ടാക്കണ്ടിട്ടോ. പുറത്ത് നല്ല മഴ പെയ്യാൻ പോകുന്നുണ്ട്. ആദ്യം നേരമൊന്നും അവിടെ ഇരിക്കാൻ പറ്റിയില്ല കേട്ടോ. കാരണം ഈ ഏട്ടനാണെങ്കിൽ പോവാന്ന് പറഞ്ഞിട്ടിരിക്കണായിരുന്നു. വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ, നല്ല ഇടിവെട്ടും മഴയും വരുന്നുണ്ട്. എന്തായാലും നമ്മുടെ വാട്ടർഫോൾസ് കാണല് ഫ്ലോപ്പായിട്ടാ. നല്ല മഴ വരുന്നുണ്ട്. മഴയത്തൊക്കെ അവിടെ പോയ ഒരു സുഖമില്ല. ഇവിടെ വന്ന് എന്തായാലും കുരേഷിൻ്റെ പോകാതിരിക്കില്ല. നമ്മൾ എവിടെ പോകാന്നാലും നമ്മുടെ ഫസ്റ്റ് പ്ലാൻ കുരേഷിൻ്റെ ഇടയിലായിരിക്കും കേട്ടോ. കുരേഷിൻ്റെ ഇടയിൽ പോയി ഒരു കൂട് മെഴുതിരിയൊക്കെ കത്തിച്ചിട്ടാണ് നമ്മൾ എവിടെയും പോകുക. കാരണം ഞാൻ ഭയങ്കര കുരേഷിൻ്റെ ഫാനാണ്. ഞാൻ മാത്രമല്ല കേട്ടോ, ഏട്ടനും വീട്ടിലുള്ളവരൊക്കെ കുരേഷിൻ്റെ ഫാനാണ്. മട്ടാഞ്ചേരി നമ്മൾ ഫോട്ടോ വെച്ച് വഴിയാട്ടോ വീട്ടിലേക്ക് പോണത്. നല്ല വിശപ്പുണ്ട്, നല്ല മഴയുണ്ട്. അപ്പൊ പിന്നെ ഒരു ചൂട് ചായ കുടിക്കാം, കൂടെ ഒരു പഴംപൊരിയും കഴിക്കാന്ന് വിചാരിച്ചു. അങ്ങനെ നോക്കി വന്നപ്പോൾ തേടാ നല്ലൊരു തട്ടുകട. ചൂടായിട്ടുള്ള സുഖനും പഴംപൊരിയും പരിപ്പുവടയും ബജ്ജിയും എല്ലാം ഉണ്ട് കേട്ടോ. എന്നാ പിന്നെ എല്ലാം ഓരോന്ന് പോട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങൾ അങ്ങനെ അങ്ങോട്ട് ഇരുന്ന് 20 കടി കഴിച്ചു. എന്തായാലും ഞങ്ങൾ ചെന്നതോടെ ചേട്ടൻ്റെ കടികളും കടങ്ങളും തീർന്നാട്ടോ കേട്ടത്. അമ്മാതിരിയല്ലേ ഞങ്ങൾ അവിടെ കൊടുത്തിട്ട് പോകുന്നത്. കാറി കയറി കഴിഞ്ഞാൽ ഈ ഒരു സ്നേഹപ്രകടനം ഇല്ലേ, അത് കുറച്ച് നിർബന്ധമാണ് കേട്ടോ. അമ്മച്ചി ഫ്രൂട്ട്സ് മേടിക്കാൻ വേണ്ടി പുറത്തിറങ്ങിയ ആ ഗ്യാപ്പിൽ ഞാൻ കുറച്ച് എള്ളുണ്ടയും തേൻമിഠായി വാങ്ങിച്ചു. തേൻമിഠായി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എള്ളിൻ്റെയോട് വലിയ താല്പര്യമില്ല, എന്നാലും കഴിക്കും, അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ വേറെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, ഇത് നിന്നങ്ങോട്ട് ഇരിക്കാം. അപ്പോൾ ബാക്കി വിശേഷമായിട്ട് നെക്സ്റ്റ് കാണാം.